നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണിയുടെ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ചാലഞ്ചിക്ക് മിസ്സായി എന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ. തിരിച്ചും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് ഗ്യാപ്പായി പോയല്ലോ. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒന്നും കാണാത്ത കാരണം സത്യത്തിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനും കൂടിയാണ്. പിന്നെ അതുപോലെ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് പോലെ തന്നെ തോന്നും. അപ്പോൾ ഈ കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ വളരെയധികം മിസ്സായി കേട്ടോ. ശരിയാണോ പറയുന്നത് കേട്ടോ? അപ്പോൾ മാക്സിമം ഞാൻ ഇനി വരാൻ നോക്കാം. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ദർശനങ്ങൾ, ക്ഷേത്ര ദർശനമൊക്കെ വരുമ്പോഴാണ് ഞാൻ സാധാരണയായിട്ട് മിസ്സാവാറ്. പറ്റാവുന്നത് എടുക്കും. പിന്നെ ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വളരെയധികം സന്തോഷം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നില്ലെങ്കിൽ പോലും പഴയ വീഡിയോയിൽ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. ആരും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കണം കേട്ടോ. തലമുടി കൊഴിഞ്ഞു പോവാതിരിക്കാനും മുടി വളരാനും ഒക്കെ ഉള്ള മരുന്നുകളാണ് കേട്ടോ. അതുപോലെ താരനും വേണ്ടിയിട്ടുള്ളത്. താരന് വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാലും ഇന്നിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. താരനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വളരെയധികം ട്രൈ ചെയ്തിട്ടും മാറിയില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താരൻ ഉള്ള ആരാണോ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് അല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അതായത് ഒരു കുഴുതലിലോ ഏതെങ്കിലും വലിയൊരു സ്പൂണിലോ ആവശ്യത്തിന് നമ്മൾ തേക്കുന്ന എണ്ണ എടുത്തിട്ട് ഒന്ന് ചൂടിലാക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് ഈ താരനുള്ളിടത്തൊക്കെ മസാജ് ചെയ്യാം. താരനുള്ളിടത്തെല്ലാം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ഈ താരനിലെല്ലാം എണ്ണ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആര്യവേപ്പിൻ്റെ പൊടി കിട്ടും, നീം അല്ലേ. ഇതാണ് കേട്ടോ നീമിൻ്റെ. ഈ ഒന്നില്ലെങ്കിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ചെടി വീടുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനും ഈ ചെടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, താരൻ കളയാൻ, അതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഇല്ലയെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പ്, അതായത് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. നീം പൗഡർ എന്ന് പറഞ്ഞാൽ മതി. നീം പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ആ പൗഡർ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ലൈറ്റാണ് കേട്ടോ കളറ്. വാങ്ങിച്ചിട്ട് നമ്മൾ വെറും വെള്ളത്തിൽ ഇതാണ് അതിൻ്റെ കളറ് കേട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ ഇത് അല്പം നമുക്ക് എന്തോരാണോ തലമുടിക്കും തലമുടിയിലൊക്കെ വേണ്ടത് അത്രയും നമ്മൾ എടുക്കാം. ചിലപ്പോൾ 2-3 സ്പൂൺ ആയിരിക്കാം. ഓരോരുത്തരുടെ മുടിക്ക് വേണ്ടത് എത്രയാണോ അത്രയും എടുക്കാം. എന്നിട്ട് വെറും വെള്ളത്തിൽ നമ്മളത് പേസ്റ്റ് പോലെ ആക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഈ താരനുള്ളിടത്തെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാം. താരനുള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, ചിലവർക്ക് ചെറുനാരങ്ങ പറ്റില്ല. ഇനി ചെറുനാരങ്ങ കുഴപ്പമില്ല എന്നുള്ളവർക്ക് പകുതി ചെറുനാരങ്ങയെ കൂടി നമ്മൾ മിക്സ് ചെയ്യുന്ന പേസ്റ്റിൽ, അതായത് നീം പൗഡറിൻ്റെ പേസ്റ്റിൽ നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം. പകുതി നീരെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആര്യവേപ്പിൻ്റെ പൊടിയും പ്ലസ് പകുതി ചെറുനാരങ്ങ നീരും പിന്നെ വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഈ താരനുള്ളിടത്തൊക്കെ തേക്കാം. അങ്ങനെ ആഴ്ചയിൽ നമ്മൾ 3 ദിവസം തേക്കാം. ആഴ്ചയിൽ 3 ദിവസം തേക്കാം. തേച്ച് കഴിഞ്ഞ് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ആദ്യം ചെറു ചൂടോടുകൂടിയുള്ള എണ്ണ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഈ നീം പൗഡറും ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുള്ള പേസ്റ്റ് നമ്മൾ തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ താരനുള്ളിടത്തൊന്ന് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഈ പേസ്റ്റ് വെച്ചിരുന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് താരനൊക്കെ ആശ്വാസം കിട്ടും.
ഈ താരൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് എണ്ണ തേക്കാതിരിക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം തൊട്ട് പിടിച്ചാൽ മതി. തലമുടിയിൽ ഒരുപാട് എണ്ണ തേച്ച് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള പൊടികളൊക്കെ നമുക്ക് ഈ എണ്ണയിലും തലമുടിയിലൊക്കെ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് യഥാക്രമം നമുക്ക് ശരിക്കും സമയം കിട്ടിയില്ല എങ്കിൽ ഈ വാഷ് ചെയ്ത് പൊടികളും ചെളികളും കളഞ്ഞില്ല എങ്കിൽ അത് താരനായിട്ട് പിന്നെയും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് എണ്ണ പുറമെ പോകുന്ന സമയത്ത് അധികം ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആഴ്ചയിൽ 3 ദിവസം ചെയ്തോളൂ കേട്ടോ. നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ പാക്കും വീഡിയോയിൽ നോക്കിക്കോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കോളൂ. ഓരോന്നിനും തരത്തിലുള്ള പാക്ക് ഉണ്ട്. ആ പാക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ താരനും പോകും, മുടിയും വളരും, മുടി കൊഴിച്ചിൽ ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ താരന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള പാക്കും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെയധികം റിസൾട്ട് കിട്ടും കേട്ടോ. മുടി ഊരിപ്പോവാതിരിക്കാനൊക്കെ പറ്റും. പിന്നീട് നമുക്ക് താരനും വരില്ല. അതുപോലെ നമ്മൾ താരന ഉള്ള മുടിയാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ വേണം തോർത്തിട്ട്, നമ്മൾ ടവൽ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് വേണം അലക്കിയെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഈ താരം പോയാലും നമ്മൾ ഈ ടവൽ കൊണ്ടിട്ടാണല്ലോ, ഏതാണോ സെയിം തോർത്താണോ ടവലാണോ ഏതാണോ ഉപയോഗിക്കുന്നത്, അപ്പോൾ ആ തോർത്തിലുള്ളത് വീണ്ടും നമുക്ക് നമ്മുടെ തലയിലേക്ക് വരും. അതുപോലെ കോമ്പും നമ്മൾ ഈ താരനെല്ല തലമുടിയിൽ ഇരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഇതുപോലെ വാഷ് ചെയ്യുക. ചൂടുവെള്ളത്തിലിട്ടിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ താരം പോയത് വീണ്ടും നമുക്ക് ആ ബ്രഷിലൂടെ അതല്ല കോമ്പിലൂടെ നമുക്കത് തിരിച്ച് വീണ്ടും താരൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. മുടി കൊഴിച്ചിലുണ്ടാക്കും താരനൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഒരുപാട് മുടി ഊരിപ്പോവും. പോയ മുടിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ അലോവേരയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം എന്തെങ്കിലുമൊക്കെ പാക്കായിട്ട് ഉപയോഗിച്ചിരുന്നോളൂ. താരനൊന്നും ഉണ്ടാവില്ല. പോയ മുടി നിങ്ങൾക്ക് 100% തിരിച്ചു വരുന്ന നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൽസാജി എന്നെ കണ്ടില്ലല്ലോ, എവിടെ പോയി എന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊങ്കാലയ്ക്ക് പോവുകയാണെന്നൊക്കെ കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടാണ് പോവാറ്. അപ്പം ശരിയാണ്, വളരെയധികം മിസ്സായിട്ടുണ്ട് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ ഈ സപ്പോർട്ടിന് വളരെ സന്തോഷം കേട്ടോ. താരൻ വരാതിരിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. മുടി ഊരി പോകണമെന്ന് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാരണവുമില്ലാതെ നമ്മൾ മുടി ഊരി പോകുന്നുണ്ടെങ്കിൽ അത് മുടിയുടെ സൈക്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന് 3 സ്റ്റേജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഓരോ സ്റ്റേജസിൽ ഓരോ തരത്തിലാണ്. മുടി വളരും, മുടി ഊരിപ്പോവും, മുടി വളരാതെ ഇങ്ങനെ സ്ലോ ഗ്രോത്തായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആ സൈക്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അല്ലാത്തവർ ഇനി തൈറോയിഡ് ആണോ, യൂറിനറി ഇൻഫെക്ഷൻ ആണോ, മറ്റെന്ത് പ്രശ്നമാണോ, കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൈൽസ് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഏതാണോ നോക്കിയിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സ നേടേണ്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.